ദില്ലിയിൽ നടന്നത് ഭീകരാക്രമണമെന്ന് സ്ഥിരീകരിച്ച് കേന്ദ്രം. ദേശവിരുദ്ധ ശക്തികൾ നടത്തിയ ഹീനപ്രവൃത്തിയെന്നും ഭീകരവാദത്തോട് സന്ധിയില്ലെന്നും കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി പ്രമേയം പാസാക്കി. ആക്രമണത്തെക്കുറിച്ച് ആഴത്തിലുള്ള അന്വേഷണം നടക്കും. ഭീകരവാദം സ്പോൺസർ ചെയ്യുന്നവരെയും ശിക്ഷിക്കുമെന്നും പ്രമേയത്തിൽ പറയുന്നു. The cabinet expressed its profound grief over the loss of lives in the terrorist incident involving a car explosion near the Red Fort in Delhi on the evening of 10th November 2025, perpetrated by anti-national forces. The cabinet reiterates India's unwavering commitment to a policy of zero tolerance towards terrorism in all its forms and manifestations. The cabinet directs that the investigation into the incident be pursued with the utmost urgency so that the perpetrators, their collaborators, are identified and brought to justice without delay. പി ആർ സുനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പി ആർ സുനിൽ, ക്യാബിനറ്റിന്റെ സുരക്ഷാ സമിതി യോഗത്തിന്റെ വിലയിരുത്തലുകൾ എന്താണ്? അരുൺ, 5:30 മണിക്കാണ് കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം ചേർന്നത്. ഏതായാലും ഇന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ചെങ്കോട്ടയ്ക്ക് മുമ്പിൽ നടന്ന ആക്രമണം ഭീകരാക്രമണം തന്നെയാണ് എന്നത്. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കും, ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകും. അന്വേഷണ ഏജൻസികളോട് ഇക്കാര്യത്തിൽ ശക്തമായ അന്വേഷണവുമായി മുന്നോട്ട് പോയി ഇരകൾക്ക് നീതി ഉറപ്പാക്കാനുള്ള ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് കേന്ദ്രമന്ത്രിസഭാ യോഗം വിശദീകരിച്ച കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞത്. ഏതായാലും രാജ്യത്തിനെതിരെ ഉള്ള പ്രവർത്തനമാണ് നടന്നത് എന്നിപ്പോൾ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി വിലയിരുത്തിയിരിക്കുകയാണ്. ഏതായാലും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു സ്ഥിരീകരണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഏതായാലും ഇപ്പോൾ വളരെ കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാർ സ്ഥിരീകരിക്കുകയാണ് ഇതൊരു ഭീകരാക്രമണം തന്നെയാണ് എന്നത്. ഏതായാലും ഇന്ന് വളരെ നിർണായകമായ ചില അന്വേഷണ നീക്കങ്ങൾ കൂടി ദില്ലിയിൽ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ചെങ്കോട്ടയ്ക്ക് മുമ്പിൽ സ്ഫോടനം നടത്തിയ ഉമർ മുഹമ്മദിന് മറ്റ് 2 വാഹനങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അതിലൊരു വാഹനം ഇന്ന് ഹരിയാനയിലെ ഒരു ഫാം ഹൗസിൽ നിന്ന് അന്വേഷണ സംഘം ണ്ട്. ചുവന്ന നിറത്തിലുള്ള ഇക്കോ സ്പോർട്ട് വാഹനമാണ് കണ്ടെത്തിയത്. അത് ഈ അന്വേഷണത്തിലെ വളരെ നിർണായകമായ ഒരു ഘട്ടമായി എന്നാണ് അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നത്. ഇനിയൊരു വാഹനം കൂടി കണ്ടെത്താനുണ്ട്. ഏതായാലും ഇതൊരു വലിയ ശൃംഖലയാണ്, വലിയൊരു സ്ലീപ്പർ സെല്ലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജമ്മു കശ്മീർ പോലീസ് ഒരു പോസ്റ്റർ പതിച്ചതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ അന്വേഷണമാണ് പിന്നീട് 2900 കിലോ സ്ഫോടക വസ്തു ഫരീദാബാദിൽ നിന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. പിന്നീട് ഒരുപാട് ഡോക്ടർമാരുടെ അടക്കം ഒരു വൈറ്റ് കോളർ ടെറർ സംഘത്തിന്റെ അറസ്റ്റിലേക്ക് നീങ്ങിയത്. അതിന് പിന്നാലെയാണ് ചെങ്കോട്ടയ്ക്ക് മുന്നിൽ ഇങ്ങനെയൊരു സ്ഫോടനം നടന്നത്. ഏതായാലും ഇപ്പോൾ അത് ഒരു ഭീകരാക്രമണം തന്നെയാണെന്ന് കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചിരിക്കുന്നു. ആ നിലയിൽ ഇനി അന്വേഷണവുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നു. എല്ലാ അന്വേഷണ ഏജൻസികളും ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. താങ്ക് യു. ഇപ്പോൾ വിവരങ്ങൾ നൽകിയത് പി ആർ സുനിലാണ്.